മാവേലിക്കരയിൽ സ്വകാര്യ ബസ്സും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. ചെട്ടികുളങ്ങര ഈരേഴുത്തക്ക് ഇടയിനേത്ത് രാജേഷാണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന ഇദ്ദേഹത്തിന്റെ ഭാര്യ ലക്ഷ്മിയെയും മക്കളായ ശിവാനി, ശിഖ എന്നിവരെയും പരിക്കുകളോടെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാന പാതയിൽ പ്രായിക്കര പെട്രോൾ പമ്പിന് മുന്നിലായിരുന്നു അപകടം. മാവേലിക്കര പ്രായിക്കര പാലത്തിന് സമീപമായിരുന്നു സ്വകാര്യ ബസ്സും കാറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. ഇതിൽ ഒരാൾ മരണമടയുകയും ചെയ്തു. ചെട്ടികുളങ്ങര ഈരേഴത്തക്ക് ഇടയിനേത്ത് രാജേഷാണ് മരിച്ചത്. ഇദ്ദേഹത്തിന്റെ ഭാര്യ കണ്ണമംഗലം UP സ്കൂൾ അധ്യാപിക ലക്ഷ്മി, മക്കളായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി ശിവാനി, +2 വിദ്യാർത്ഥിനി ശിഖ എന്നിവർക്ക് പരിക്കേറ്റു. ഇവരെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു അപകടമുണ്ടായത്. ചെട്ടുകുളങ്ങരയിൽ നിന്നും മാന്നാർ ഭാഗത്തേക്ക് പോയ കാറും കായംകുളത്തു നിന്നും തിരുവല്ലയിലേക്ക് എത്തുകയായിരുന്ന സ്വകാര്യ ബസ്സുമാണ് പ്രായിക്കര പെട്രോൾ പമ്പിന് മുൻപിൽ വെച്ച് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. നാട്ടുകാർ ഉടൻ തന്നെ പെട്രോൾ പമ്പിൽ പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു സ്വകാര്യ ബസ്സിൽ കാറിലുണ്ടായിരുന്ന 4 പേരെയും മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാജേഷിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ലക്ഷ്മിയുടെ വീടായ മാന്നാർ കുരട്ടിക്കാട് ശ്രീമന്ദിരം വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു കുടുംബം അപകടത്തിൽപ്പെട്ടത്. മകൾ ശിവാനി കാറിന്റെ പിൻസീറ്റിലിരുന്ന് ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. ശിവാനിയുടെ നില ഗുരുതരവുമാണ്. ചെട്ടികുളങ്ങരയിൽ ബിസിനസ് നടത്തുന്നയാളാണ് രാജേഷ്. CDN ന്യൂസ്, മാവേലിക്കര.